ഹായ്, ഇന്നപ്പം നമ്മുടെ എച്ചാപ്പിയുടെ ബർത്ത്ഡേ ആണ്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോയാലോ? വായോ. ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. കണ്ടില്ലേ, ഭയങ്കര സംസാരത്തിലാണ് എല്ലാവരും. ദേണ്ട ഞാൻ പറയാൻ വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശ്യാമചാച്ചൻ കയറി ഗോൾ അടിച്ചു. ചാറ പറയാന്ന് ഏതാണ്ടൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എച്ചാപ്പി ഇവാനിയും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എച്ചാപ്പിക്ക് രാവിലെ തൊട്ട് വളരെ മൂഡ് ഓഫ് ആയിരുന്നു. എന്താണെന്ന് ഒരു പിടിയുമില്ല. എല്ലാവരും പറഞ്ഞു ബർത്ത്ഡേ ആയതുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. എച്ചാപ്പിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഇവാനിയ മോക്കായിരുന്നു ഫുള്ളായിട്ടുള്ള ഇത്. അവൾക്ക് ഭയങ്കരമായിരുന്നു. അവൾ രാവിലെ തൊട്ട് ഒരുങ്ങുന്നു, പറക്കുന്നു, തൊപ്പി വെക്കുന്നു. ഹാപ്പി ബർത്ത്ഡേയുടെ തൊപ്പി മൊത്തം ഇവാനിയ മോളാണ് വെച്ചത്. എച്ചാപ്പി അതൊന്നും വെക്കാൻ സമ്മതിച്ചില്ല. ലാസ്റ്റ് കേക്ക് കൊടുത്തിട്ട് പോലും കുഞ്ഞ് കഴിച്ചില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരിയൊക്കെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ കൊടുത്ത്. അപ്പോൾ ദാണ്ട് നവാസിക്കയും വൈഫും വന്നു എച്ചാപ്പിക്ക് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. വളരെ കുഞ്ഞു പരിപാടിയാണെങ്കിലും വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കഴിച്ച് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് നവാസിക്കയും വൈഫും ഒക്കെ പോയി. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ഇരുന്ന് ബീച്ചിലോട്ട് പോകാമെന്ന് ചെറിയൊരു പ്ലാൻ ഇട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ച് ബീച്ചിലോട്ട്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.